സരസ്വതി ദേവി ഉണ്ടായ കഥ അറിയാമോ? ശ്രീമദ് ഭാഗവതം അനുസരിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവായ ഭഗവാൻ വിഷ്ണുവിന്റെ നാദിയിൽ വിരിഞ്ഞ താമരയിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ബ്രഹ്മാവ് ഈ ലോകത്തെ സൃഷ്ടിക്കുവാനായി ധ്യാനത്തിൽ മുഴുകി. ആദ്യമായി ബ്രഹ്മാവ് 10 മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു. പിന്നീട് ബ്രഹ്മാവിന്റെ ഉള്ളിൽ ഉള്ള വികാരങ്ങൾ എല്ലാം മനസ്സിൽ കേന്ദ്രീകരിച്ചു. അത് ഒരു പുതിയ സൃഷ്ടിയായി പുത്രന്റെ രൂപത്തിൽ പുറത്തുവന്നു. അവൻ പെട്ടെന്ന് തന്നെ വളർന്നു വലുതായി. ജീവികളിൽ സ്നേഹം ജനിപ്പിക്കേണ്ടത് ആവട്ടെ നിന്റെ ജോലി. ഈ നിമിഷം മുതൽ നീ കാമദേവൻ എന്ന് അറിയപ്പെടും എന്ന് ബ്രഹ്മാവ് അറിയിച്ചു. പിന്നീടും സൃഷ്ടികർമ്മം തുടർന്നു. അതിനുശേഷം ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും ഒരു പെൺകുഞ്ഞ് പുറത്തുവന്നു. അവൾ തൽക്ഷണം വളർന്ന് യൗവനം പ്രാപിച്ചു. അവൾ സരസ്വതി എന്ന നാമത്തിൽ അറിയപ്പെട്ടു. അപ്പോൾ കാമദേവൻ ഒരു കുസൃതി തോന്നി തന്റെ കൈവശം ഉള്ള ബാണങ്ങളുടെ ശക്തി പരീക്ഷിച്ചു നോക്കുവാനായി ആ ബാണങ്ങൾ ബ്രഹ്മാവിന് നേരെ അയച്ചു. സരസ്വതി അതിസുന്ദരിയായിരുന്നു. ബ്രഹ്മാവിന്റെ മനസ്സ് അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ആ ആകർഷണം പിന്നീട് ശാരീരികമായ ആസക്തിയായി വളർന്നു. എന്നാൽ സരസ്വതി യാതൊരു പ്രതികരണവും കാണിക്കാതെ ഒഴിഞ്ഞുമാറി. ബ്രഹ്മാവ് സ്വയം സരസ്വതിയെ തന്റെ പത്നിയായി കണ്ടു. ഇത് കണ്ട ബ്രഹ്മാവിന്റെ പുത്രന്മാർ അദ്ദേഹത്തെ വിനയപൂർവ്വം ഉപദേശിച്ചു. അല്ലയോ പിതാവേ, അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തി തീർത്തും അധർമ്മപരമാണ്. മുൻപൊരിക്കലും ഒരു ബ്രഹ്മാവും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി ആരും അങ്ങനെ ചെയ്യുകയില്ല. ലോകം അങ്ങയെ അനുസരിക്കും. അതിനാൽ അങ്ങ് ഒരു മാതൃകയായിരിക്കണം. പുത്രന്മാരുടെ വാക്കുകൾ കേട്ട ബ്രഹ്മാവ് വളരെയധികം ലജ്ജിച്ചു. ബ്രഹ്മാവിന് കുറ്റബോധം തോന്നി. ഈ നീചമായ ചിന്ത തന്റെ മനസ്സിൽ ഉണ്ടാക്കിയത് കാമദേവനാണ് എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് കാമദേവനെ ശപിച്ചു. നീ പരമശിവന്റെ നേത്രാഗ്നിയിൽ വെന്ത് വെണ്ണീരാകും. അതിനുശേഷം അദ്ദേഹം തന്റെ അധർമ്മബോധത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹം വീണ്ടും തപസ്സിൽ ഏർപ്പെടുകയും വേദങ്ങൾ, ധർമ്മം, യജ്ഞങ്ങൾ, വൈദിക വിദ്യകൾ എന്നിവ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ സരസ്വതി ദേവി ഒരേ സമയം ബ്രഹ്മദേവന്റെ പത്നിയും മകളുമായി.